കോർപ്പറേറ്റ് മാധ്യമ ഉടമകൾ കൂടി പങ്കാളികളായ ഭരണകൂടമാണ് രാജ്യത്തുള്ളതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. വാർത്തകളുടെ സാമൂഹിക മൂല്യം നഷ്ടമായെന്നും വിപണി മൂല്യം മാത്രമാണ് അവശേഷിക്കുന്നതെന്നും കൈരളി ന്യൂസ് കൺസൾട്ടന്റ് NB ചന്ദ്രശേഖരൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി EMS ചെയർ രജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഇന്ന് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ലോകമാധ്യമങ്ങൾ കുത്തകവൽക്കരണത്തിന് വിധേയമായി. മാധ്യമ ഉടമകളുടെ താൽപ്പര്യങ്ങളാണ് വാർത്തകളിൽ പ്രതിഫലിക്കുന്നതെന്ന് M. സ്വരാജ് പറഞ്ഞു. ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് വടക്കോട്ട് നോക്കി ഓച്ചാനിക്കാനും കേരളത്തിലെ ഗവൺമെന്റിനെ ആക്രമിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം വരച്ച വരയിൽ നിന്നും 1/2 സെന്റിമീറ്റർ മാറാതെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. വസ്തുതകൾ വളച്ചൊടിക്കുക മാത്രമല്ല, മാധ്യമങ്ങൾ വസ്തുതകൾ ഉൽപ്പാദിപ്പിക്കുക കൂടി ചെയ്യുന്നുവെന്ന് NP ചന്ദ്രശേഖരൻ. വാർത്തയ്ക്ക് എന്തായാലും സാമൂഹ്യ മൂല്യമാണ്. ഒരു സമൂഹത്തിന് എന്തിനാ വാർത്ത കൊടുക്കണം എന്നതാണ് ആ വാർത്തയുടെ മൂല്യം എന്നതിന് പകരം ആ വാർത്തയുടെ വിനോദ മൂല്യമാണ്. സമൂഹം അറിയേണ്ട വാർത്തയായിരിക്കും, സമൂഹം ആശങ്കയോടെ ഉൾക്കൊള്ളേണ്ട വാർത്തയായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു വിനോദവൽക്കരണമാണ് വാർത്ത എന്ന നിലയിലേക്ക് വന്നു. സർവകലാശാലകൾ ഇന്ത്യ എന്ന ആശയത്തിന് എതിരിൽ നിൽക്കുമ്പോൾ EMS ചെയറിന്റെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷ നൽകുന്നുവെന്നും NP ചന്ദ്രശേഖരൻ പറഞ്ഞു. ഡോക്ടർ VL ലജീഷ് സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകരായ ജേക്കബ് ജോർജ്, അപർണ സെൻ തുടങ്ങിയവർ സംസാരിച്ചു. 4 മാസത്തെ രജത ജൂബിലി ആഘോഷങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, മലപ്പുറം.